യുവതി മ്യൂച്വൽ പെറ്റീഷനിൽ നിന്ന് പിന്മാറുകയും ഭർത്താവിനും കുടുംബത്തിനുമെതിരെ പോലീസിൽ കംപ്ലയിന്റ് കൊടുക്കുകയും ചെയ്തു. കൂടാതെ ഹിന്ദു മാരേജ് ആക്ട് സെക്ഷൻ 9 പ്രകാരം RCR ഫയൽ ചെയ്യുകയും ചെയ്തു. ഭർത്താവ് കൗണ്ടർ ക്ലെയിമായി ഡെസേർഷനും ക്രൂവൽറ്റിയും ഗ്രൗണ്ടായി ഡിവോഴ്സും ഫയൽ ചെയ്തു. തനിക്ക് ശാരീരിക ബന്ധം നിഷേധിക്കുന്നതായും വിവാഹേതര ബന്ധമുണ്ടെന്ന് ഭാര്യ സംശയിക്കുന്നതായും ഭർത്താവ് പരാതിപ്പെട്ടു. കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ജീവനക്കാരുടെയും മുമ്പിൽ വച്ച് ഭാര്യ തന്നെ അപമാനിക്കുന്നത് മാനസിക വേദനയുണ്ടാക്കുന്നതായും യുവാവ് ഭർതൃവീട്ടുകാരുടെ അതിക്രമങ്ങൾക്ക് ഇരയാകേണ്ടി വന്നിട്ടുണ്ടെന്ന് ഭാര്യയും വ്യക്തമാക്കി. തന്നോട് മോശമായി പെരുമാറിയെന്നും ജോലിക്ക് പോകുന്നത് വിലക്കിയെന്നും വീട്ടുകാര്യങ്ങൾ ചെയ്ത് ജീവിച്ചാൽ മതിയെന്ന് നിർബന്ധിച്ചതായും ഭാര്യ. തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ ഭർത്താവ് എടുക്കുകയും ചെയ്തു. മ്യൂച്വൽ പെറ്റീഷനിൽ നിന്ന് പിന്മാറിയ ശേഷം ഭർതൃവീട്ടിലേക്ക് താമസം മാറിയതായും ഭർത്താവിനോട് തനിക്ക് സ്നേഹമുണ്ടെന്നും ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹമുണ്ടെന്നും ഭാര്യ കോടതിയെ ബോധിപ്പിച്ചു. എന്നാൽ പൂനെ കുടുംബ കോടതി യുവതിയുടെ വാദം തള്ളുകയാണുണ്ടായത്. ഈ ഉത്തരവ് ചോദ്യം ചെയ്ത് യുവതി ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചു. ഈ കേസിൽ ഹൈക്കോടതി വ്യക്തമാക്കിയത് ഭർത്താവിന് ശാരീരിക ബന്ധം നിഷേധിക്കുന്നതും വിവാഹേതര ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നതും ഭർത്താവിനോടുള്ള ക്രൂരതയാണെന്നും വിവാഹമോചനത്തിന് കാരണമാകുമെന്നുമാണ്. പൂനെ കുടുംബക്കോടതി ഉത്തരവ് ശരിവയ്ക്കുകയും യുവാവിൻ്റെ വിവാഹമോചന ഹർജി ഹൈക്കോടതി അംഗീകരിക്കുകയുമാണുണ്ടായത്.